എനിക്ക് പുറത്ത് പോയി PhD ചെയ്യാൻ ആഗ്രഹമുണ്ട്, എനിക്ക് സ്കോളർഷിപ്പ് നേടാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എവിടെ നിന്ന് തുടങ്ങണം, എനിക്ക് ഇതിനെപ്പറ്റി ബേസിക് ആയിട്ട് ഒരു ഐഡിയയും ഇല്ല. അതുപോലെ തന്നെ എനിക്കിതിന് ഗൈഡൻസ് തരാൻ പറ്റിയ ആരുമില്ല. ഇത്തരത്തിലുള്ള മെസ്സേജുകളാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ലിങ്ക്ഡിനിലൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ വരാറുള്ളത്. നമ്മുടെ നാട്ടിൽ ഒരു BSc കഴിഞ്ഞ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന എല്ലാവരുടെയും ഒരു അതായത് റിസർച്ച് ആഗ്രഹിക്കുന്നവരുടെ ഒരു പോയിന്റ് ഇതായിരിക്കും. ഞാനും അങ്ങനെ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ നോൻ വർഗീസ്. ഞാൻ റീസെന്റ് യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ നിന്ന് PhD കഴിഞ്ഞ് ഇപ്പം ഞാനിവിടെ ഒരു സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന രീതിയിൽ എങ്ങനെയൊക്കെ നമുക്കൊരു സ്കോളർഷിപ്പിലേക്ക് എത്താം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഫണ്ടഡ് PhD പൊസിഷൻ കണ്ടുപിടിക്കാം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എങ്കിൽ പോലും ഫ്രം ദ സ്ക്രാച്ച് ഒരു സ്റ്റുഡൻറ്റിന് എങ്ങനെ ഒരു PhD പൊസിഷൻ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഫണ്ടഡ് ആയിട്ടുള്ള ഒരു PhD പൊസിഷൻ കണ്ടുപിടിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസോട് കൂടി ആണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത്. ഞാൻ ഫണ്ടഡ് ആയിട്ടുള്ള PhD കണ്ടുപിടിച്ചു, എനിക്ക് അതുപോലെ തന്നെ പല ഇൻ്റർവ്യൂസും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് എനിക്കത് കിട്ടിയത്. ആരും ഈ പറഞ്ഞ പോലെ ഗൈഡൻസ് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എനിക്ക് പറഞ്ഞു തന്നിട്ടോ ഒന്നുമല്ല, ഒക്കെ ഇന്റർനെറ്റ് വഴി തന്നെയാണ് ചെയ്തത്. പക്ഷെ എൻ്റെ പ്രോസസ്സിൽ എനിക്കെടുത്ത സമയം എന്ന് പറയുന്നത് ഒരുപാടാണ്. ഞാൻ ലോട്ട്സ് ഓഫ് ഇയേഴ്സ് വേസ്റ്റ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ ആവശ്യം ശരിക്കില്ല. നമുക്കൊരു ഫണ്ടഡ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അതായത് നല്ല എക്സ്പോഷർ ഉള്ളവർക്ക് അത് പെട്ടെന്ന് പറ്റും. നമ്മൾ സ്ക്രാച്ചിൽ നിന്നും നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് അത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യം അല്ല. അപ്പോൾ സ്ക്രാച്ചിൽ നിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ പ്രൊഫൈലിലും നമ്മളുടെ നമ്മളുടെ CV-യിലും സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. ഞാനൊരു BSc ഫിസിക്സ് കഴിഞ്ഞ് അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഇൻ ഫിസിക്സ് കഴിഞ്ഞു. MSc ഫിസിക്സ് ആണ് ഞാൻ ചെയ്തത്. MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു കോളേജിലായിരുന്നു ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു ഞാൻ എൻ്റെ BSc ചെയ്തത്. അതിനുശേഷം ഞാൻ ഫിസിക്സ് ആണ് എൻ്റെ മെയിൻ എന്ന് എനിക്കറിയാം. PhD അല്ലെങ്കിൽ റിസർച്ച് ജോലികളാണ്, അതായത് ഒരു സയന്റിസ്റ്റ് പൊസിഷനുകളൊക്കെയാണ് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ളത് അതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം നാട്ടിൽ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ അറിയും. നമ്മളുടെ കൂടെ പഠിക്കുന്നവരുടെ ഇടയിൽ നിന്നും നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ നിന്നും നമ്മുടെ പ്രൊഫസർമാരുടെ ഇടയിൽ നിന്നൊക്കെ നമുക്കത് മനസ്സിലാവും. നമ്മൾ എന്ത് ചെയ്യും, ഒരു റിസർച്ചർ ആവണമെങ്കിലും അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ലെവലിൽ ലെക്ചറർ ആവണം, പ്രൊഫസർ ആവണം, കോളേജിൽ പഠിപ്പിക്കാൻ കയറണം എന്നുള്ളതിനൊക്കെ നാട്ടിലുള്ള കടമ്പകൾ കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ആദ്യം നമ്മൾ നെറ്റ് എക്സാം എഴുതും. ഇത് ഒരു നോർമൽ പ്രൊസീജിയറാണ്. നെറ്റ് എഴുതുക, അല്ലെങ്കിൽ ഗേറ്റ് എഴുതി നമ്മളൊരു PhDക്ക് പോകാൻ ശ്രമിക്കുക. ഇതൊക്കെ നോർമൽ പ്രൊസീജിയർ. ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ പല എയ്ഡഡ് കോളേജിൽ നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാശ് തന്നെ കൊടുക്കണം. അതൊരു ഒരു വേദനിപ്പിക്കുന്ന സത്യമാണ് നമ്മുടെ നാട്ടിൽ. നമ്മൾ ഇത്ര പഠിച്ചിട്ടും ഇത്ര ഇതൊക്കെ ആയിട്ട് നമ്മൾ പൈസ കൊടുത്തൊരു ജോലിക്ക് കയറണം എന്ന് പറയപ്പെടുന്നത് ഒരു ഭയങ്കര മോശം അവസ്ഥയാണ്. മാനേജ്മെന്റിന്റെ പല കാരണങ്ങൾ അതിനുണ്ടാവാം, പൊളിറ്റിക്കൽ കാരണങ്ങൾ ഉണ്ടാവാം. പൈസയുള്ളവർ, എലിജിബിൾ ആയിട്ടുള്ളവർ ഒരുപാട് പേര് കോമ്പറ്റീഷൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ കുറ്റം പറയും എന്തായാലും. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് നമ്മൾക്ക് തരുന്നത്. എനിവേസ്, അപ്പോൾ ആ വഴി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും നല്ല IIT-കളിലോ NIT-കളിലോ ഒക്കെ നമ്മൾ PhDക്ക് കയറാന്നുള്ളതാണ്. അത് കുറച്ചും കൂടെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇവരുടെ പേരിനൊരു PhD എന്നുള്ളതിനേക്കാൾ ഉപരി കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള റിസർച്ചുകൾ ചെയ്യപ്പെടുന്ന യൂണിവേഴ്സിറ്റികളാണ് നമ്മളുടെ ടോപ്പ് യൂണിവേഴ്സിറ്റികൾ. IIT അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അതിൻ്റെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് ഒക്കെ. അപ്പോൾ അതിലെത്തണമെങ്കിൽ നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ നെറ്റ് പാസ്സാവണം, അല്ലെങ്കിൽ ഗേറ്റ് പാസ്സാവണം. അപ്പം ഞാൻ ആദ്യം തന്നെ പറയാം, എന്നെ കൊണ്ട് ഇത് രണ്ടും പാസ്സാവാൻ സാധിച്ചിട്ടില്ല. ഞാൻ 2 പ്രാവശ്യം ഇത് രണ്ടും അപ്പിയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ശേഷം എനിക്ക് നമ്മൾ അത്രയ്ക്കൊരു സ്കില്ലല്ലായിരുന്നു ഇങ്ങനെ ഇക്വേഷനുകൾ വെച്ച് കളിക്കുക, അല്ലെങ്കിൽ പുസ്തകത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ നെറ്റ് കോച്ചിങ് സെന്ററിലൊക്കെ പഠിപ്പിക്കുന്നത് ഭയങ്കരമായിട്ട് ഗ്രാസ്പ് ചെയ്യുന്ന ഒരു സ്കില്ലുള്ള ഒരാളല്ല ഞാൻ. എനിക്ക് കുറച്ചും കൂടെ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആവാനും
എന്നാൽ അത് അപ്ഡേറ്റഡ് അല്ല എന്നല്ല, എൻ്റെ കഴിവുകേട് തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും അത് വളരെ ഒരു പഴയ ഒരു മെത്തേഡാണ് നമ്മൾ അതിലൊന്നും ഫോളോ ചെയ്യുന്നത്. പക്ഷെ വേറൊരു മെത്തേഡ് നമ്മളുടെ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ ഇല്ല എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ഫോളോ ചെയ്ത് പോകുന്നതായിരിക്കാം. പിന്നെ നമ്മുടെ നാട്ടിൽ പഠിക്കാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോസസ്സിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോകാൻ തന്നെ വേണം. എനിവേ, അപ്പോൾ രണ്ടാമത്തെ നമ്മളുടെ ഇത് ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ PhD, ഐസർ അല്ലെങ്കിൽ IISc, IIT, പിന്നെ CSIR ലാബുകൾ, ഇത്തരത്തിലുള്ള ലാബുകളിലൊക്കെ നമുക്ക് നല്ല PhD ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ, ഇത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഞാൻ NIL നാഷണൽ എയറോസ്പേസ് ലബോറട്ടറി CSIR ലാബിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് വളരെ നാട്ടിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ പ്രൊഫസർമാർക്ക് എല്ലാവർക്കും പറഞ്ഞുതരാൻ പറ്റുന്ന ഒരു ഗൈഡൻസ് കിട്ടാവുന്ന ഒരു മേഖലയായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പിന്നെയും കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക് പോകണമെങ്കിൽ വേൾഡിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ PhD ചെയ്യുക എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഞാൻ അങ്ങനെ ആഗ്രഹിച്ച ഒരാളാണ്. ഞാൻ എൻ്റെ PhD ചെയ്തതും ഞാൻ എൻ്റെ PhD റിസർച്ച് ചെയ്തത് വേൾഡിലെ തന്നെ ടോപ്പ് 2 യൂണിവേഴ്സിറ്റികളിൽ ഞാൻ വർക്ക് ചെയ്തു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും യൂണിവേഴ്സിറ്റി കോളേജിലുണ്ടല്ലോ. അത് ലോകത്തെ റാങ്കിങ്ങിൽ നോക്കി കഴിഞ്ഞാൽ എപ്പോഴും ഫസ്റ്റും സെക്കൻഡും ഒക്കെ ആയിട്ട് നിൽക്കുന്ന 2 യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഗൂഗിളിൽ ജസ്റ്റ് റാൻഡമായിട്ട് PhD ഇൻ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഇൻ ദ വേൾഡ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനറൽ ഇൻസ്ട്രക്ഷൻ കിട്ടുന്ന ഒരു പേജിലേക്ക് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ പേജിലേക്ക് പോകും എന്നുള്ളതല്ലാതെ ഉപകാരപ്രദമായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് ഗൂഗിളിൽ നിന്ന് ആ സമയത്ത് കിട്ടുന്നുണ്ടാവില്ല. അതിനുശേഷം നമ്മൾ പിന്നീടൊരു വെബ്സൈറ്റ് കണ്ടുപിടിച്ചതാണ്. ഞാൻ കണ്ടുപിടിച്ചല്ല, എന്താ പറയുക, ഒരു വെബ്സൈറ്റ് ഉണ്ട്. അത് നല്ലൊരു അടിപൊളി വെബ്സൈറ്റാണ്. ലോകത്തുള്ള എല്ലാ PhD പോസ്റ്റുകളും അഡ്വർടൈസ് ചെയ്യുന്ന findaphd.com. അപ്പോൾ നമ്മളതിൽ കൃത്യമായിട്ട് ഫിൽറ്ററുകൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള പോസ്റ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ അത് നോക്കിയാലോ. അപ്പോൾ ഇന്ന് നമ്മൾ എക്സാമ്പിളോട് കൂടിയാണ് നമ്മളത് കാണിക്കാൻ പോകുന്നത് findaphd.com വെബ്സൈറ്റിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 ഗോ. സ്ക്രീൻ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ findaphd.com അതിവിടെ കിടപ്പുണ്ട്. ഇതാണ് നമ്മളുടെ findaphd.com വെബ്സൈറ്റ്. ഇതിൽ ലോഗിൻ ചെയ്യുന്നവർക്ക് ലോഗിൻ ചെയ്യാം. നമ്മൾ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നത് PhD പ്രൊജക്റ്റുകളാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല, നിങ്ങൾക്ക് എന്ത് മേഖലയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യുക. നിങ്ങളൊരു 10 ഫീൽഡ് ഓഫ് റിസർച്ച് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കാര്യം. പക്ഷേ അതിന് സിമ്പിളായിട്ടൊരു ഐഡിയ ഞാൻ പറഞ്ഞത്, നമ്മളൊരു ജനറലി ഫിസിക്സ് അല്ലെങ്കിൽ MSc ഫിസിക്സ് കഴിയുന്ന ഒരാൾക്ക് റിസർച്ചിലേക്ക് കിടക്കുമ്പോൾ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് യാതൊരു ധാരണയും ഉണ്ടാവില്ല. അത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നല്ല വ്യക്തതയുണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ എന്താണ് നമ്മളുടെ ഫൈനൽ പ്രൊജക്റ്റ് ഒക്കെ ചിലപ്പോൾ നമ്മൾ വളരെ കോമഡി ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊജക്റ്റ് ആയിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് എന്ത് പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ ചിലപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല നമ്മൾ എന്ത് പ്രൊജക്റ്റാണ് ചെയ്തിട്ടുണ്ടാവുള്ളത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. എന്ത് പ്രൊജക്റ്റ് ആണെങ്കിലും റിസർച്ച് ഫീൽഡിൽ എന്തെങ്കിലും നല്ലൊരു ടോപ്പിക് കണ്ടുപിടിച്ചിട്ടായിരിക്കും നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ സൂപ്പർവൈസർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് നിങ്ങളുടെ തീസിസ്. അത് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അത് ഉണ്ടാവും എന്തായാലും. അതില്ലാണ്ട് നമ്മൾ ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ BTech ആയാലും അതില്ലാതെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങളുടെ എന്താണെന്ന് കൃത്യമായിട്ടുള്ള ധാരണ വരുത്തുക. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 10 അതിൽ കൂടുതലോ പറ്റുകയാണെങ്കിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക അങ്ങനെയുള്ള ഫീൽഡ്. അപ്പം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് തിൻ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ തിൻ ഫിലിം കോട്ടിംഗ് മെത്തേഡ്, ഒരു ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു തിൻ ഫിലിം, കെമിക്കൽ പ്രോസസ്ഡ് തിൻ ഫിലിം, അങ്ങനെ എന്തോ ആയിരുന്നു എൻ്റെ പ്രൊജക്റ്റ്. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ചെയ്യുമ്പോഴും ധാരണ ഉണ്ടായിരുന്നില്ല, അത് എഴുതുമ്പോഴും ധാരണ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതെന്താണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ തിൻ ഫിലിം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് എൻ്റെ പ്രൊജക്റ്റിൽ. അപ്പം ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്, അതായത് കുറച്ചും കൂടെ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സമയത്ത് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് തിൻ ഫിലിം ഏതായാലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുവരുത്തണം. അപ്പം ഞാൻ ചെയ്തത് തിൻ ഫിലിം, അത് നമ്മൾ സെർച്ച് ചെയ്തു. ഓക്കെ, തിൻ ഫിലിം, ഓക്കെ, latest PhD only, relevance, okay, discipline, PhD type, okay. ഇതിൽ നമ്മൾ ഇപ്പോൾ ഈ
ഫിൽറ്ററുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തിൻ ഫിലിം എന്നുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും റിസൾട്ടുകൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. 2 പേജോളം തിൻ ഫിലിം പോസ്റ്റുകൾ ഉണ്ട് ഇതിൽ ഏകദേശം. അതുപോലെ നമ്മളുടെ UK തന്നെയാണ് പ്രധാനമായിട്ടും ഷെഫീൽഡ്, ലെഫ്ബറോ, ബർമിംഗം, ലെഫ്ബറോ, യൂണിവേഴ്സിറ്റി ഓഫ് സെയിൻറ്റ് ആൻഡ്രൂസ് ഒക്കെ UK തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ ഡിസിപ്ലിൻ നോക്കുകയാണെങ്കിൽ ഏത് ഡിസിപ്ലിൻ അത് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മളിപ്പോൾ BSc ഫിസിക്സ് കഴിഞ്ഞാൽ MSc ഫിസിക്സ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ PhD പുറത്തുള്ള അഡ്മിഷൻസ് ഒക്കെ വരുന്നുണ്ടാവുക. ഇനി ലൊക്കേഷൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യം, ഇതിലിപ്പോൾ US-ലും UK മാത്രമേ അഡ്വർടൈസ് ചെയ്തിട്ടുള്ളൂ. റീജിയൻ അതൊന്നും എന്താ പറയുക, അത് നമ്മളുടെ മാറ്ററേ അല്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റിയിൽ കൃത്യമായിട്ട് പോയി പഠിക്കണം എന്നൊന്നും വിചാരിച്ച് വരുന്നവരുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഏത് ഗുദാമിൽ കിട്ടിയാലും പോകാൻ തയ്യാറായിട്ട് നിന്ന ആളായിരുന്നു. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുക, നല്ല യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമ്മൾ പോവുക എന്നുള്ളതല്ലാതെ അതിൽ നമ്മളൊരു പ്രിഫറൻസ് വെക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. PhD ടൈപ്പ്, PhD റിസർച്ച് പ്രൊജക്ട്. ഓക്കെ, ഇനി ഇവിടെയാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ 20 PhDയിൽ എത്ര എണ്ണം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് നമ്മൾ നിങ്ങൾക്ക് സെൽഫ് ഫണ്ട് ചെയ്യാൻ പറ്റുമോ? അതായത് നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ 4 വർഷം നിങ്ങളുടെ PhDയുടെ ഫീസ് നിങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ സെൽഫ് ഫണ്ട് ചെയ്യുന്നതിന് ടിക്ക് ചെയ്യുക. അങ്ങനെയുള്ളവരുടെ എണ്ണം ഈ വീഡിയോ കാണുന്നവരുണ്ടാവില്ല എന്ന് ഞാൻ എന്തായാലും ഉറപ്പിക്കട്ടെ. എനിവേ, ഞാൻ എന്തായാലും അങ്ങനെ ഒരാളല്ലായിരുന്നു. ഐ ആം എ യൂറോപ്യൻ സ്റ്റുഡൻറ്റ് അല്ല, ഐ ആം എ UK സ്റ്റുഡൻറ്റ് അല്ല, ഐ ആം എ നോൺ യൂറോപ്യൻ സ്റ്റുഡൻറ്റ്. അതാണ് നമ്മൾക്ക് ഫണ്ടിങ് അവൈലബിൾ ആയിട്ടുള്ള PhD പൊസിഷൻ. അപ്പോഴും അതിൽ 7 എണ്ണം ഉണ്ട് ഈ തിൻ ഫിലിം എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ. അപ്പോൾ കോമ്പറ്റീഷൻ ഫണ്ടഡ് സ്റ്റുഡൻസ് വേൾഡ് വൈഡ്. അപ്പോൾ ഈ 7 പൊസിഷനാണ് ഈ തിൻ ഫിലിം എന്ന് പറയുന്ന കീവേഡിന്റെ താഴെ ഉള്ളത്, ഇന്റർനാഷണലി ഫണ്ടഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ 7 എണ്ണം നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എടുക്കുക, ഇതിന്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒരു PhD പോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം. ഇനി അടുത്ത മെത്തേഡ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ലോങ് ആയി ഇങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കുറച്ച് വീഡിയോസ് നമുക്ക് ഇങ്ങനെ എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിന് നിങ്ങളുടെ ഇൻട്രസ്റ്റിൽ പെട്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും. വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഇല്ലെങ്കിൽ നമ്മൾക്ക് വീഡിയോ ചെയ്യാൻ യാതൊരു താല്പര്യം ഉണ്ടാവില്ല. ഒരു മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടണം. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം.